കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥയുടെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ കൃഷ്ണയാണെങ്കിൽ സർപ്പകാവിലെ തറവാട്ടിൽ പോയി എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. അപ്പോഴാണ് ഒരു കസേരയുടെ മുകളിൽ നിൽക്കുമ്പോഴത്തേനും തുടയ്ക്കുന്ന സമയത്ത് അവൾ വീഴാൻ പോകുന്നു. അപ്പം നവീൻ വന്ന് താങ്ങി പിടിക്കുന്നുണ്ട്. നവീൻ ചോദിക്കും, നീ ആരാന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഞാനിവിടെ വൃത്തിയാക്കാൻ വന്ന ആളാണെന്ന് പറയുക. നോക്കിയും കണ്ടൊക്കെ ചെയ്യണം, ഈ ഇവിടുത്തെ സാധനങ്ങളൊക്കെ പഴയതാണെന്ന് പറയും. അങ്ങനെ ശ്യാമ ഓക്കെ, കൃഷ്ണ ഓക്കെ എന്ന് പറയും. അപ്പോൾ കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ കുറേ പ്രാവശ്യമല്ലോ ഇയാളെ കാണുന്നത്, എന്താണ് അങ്ങനെ നോക്കിയാൽ. അപ്പോഴത്തേനാണ് ഒരാൾ വന്നിട്ട് പറയും, അവിടെ പൂജാരി വിളിക്കുന്നെന്ന് പറയും. അങ്ങനെ നമ്മുടെ കൃഷ്ണ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കൃഷ്ണ വന്നിരിക്കുന്നത് തന്നെ അവിടെ സർപ്പകാവിൽ കളം വരയ്ക്കാനാണ്. അപ്പോൾ അവിടുത്തെ മുത്തശ്ശി പറയുന്നത്, കളം വരയ്ക്കുമ്പോൾ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി എന്താ പറയുക, നല്ല ഇതായിട്ട് വരയ്ക്കണം, ഇല്ലെങ്കിൽ സർപ്പം ബാധ ഏൽക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവളെ പാലാഭിഷേകമൊക്കെ ചെയ്ത് ഇങ്ങനെ ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ കളം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പം മുത്തശ്ശിക്കും എല്ലാവർക്കും ടെൻഷനാണ് നവീന്. അപ്പം നവീൻ പറയുന്നുണ്ട്, ആർക്കും ഒരു അപകടവും പറ്റാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ എന്താ പറയുക, കളം വരയ്ക്കുകയാണ്. എല്ലാവരും സംഘർഷഭരിതമായ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ദേവി പ്രസാദിച്ചു കഴിഞ്ഞാൽ സർപ്പം വന്ന് കുടത്തിൽ കയറുമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ സർപ്പം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണയ്ക്ക് ഒരു ഭയമൊക്കെ ഉണ്ട്. അങ്ങനെ കൃഷ്ണൻ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് എല്ലാം ചെയ്തതിന് ശേഷം ആകുമ്പോഴത്തേനും ഈ സർപ്പം വന്നിട്ട് കുടത്തിലും കയറും. അങ്ങനെ കുടം കവർ ചെയ്യാൻ പറയും. അങ്ങനെ കുടം കവർ ചെയ്യുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കീർത്തിയുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ഗാഥേനെ അപകടത്തിലാക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നു. പക്ഷേ ഏർപ്പാടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണേനെയും ഗാഥേനെയും ഇവർ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഗുണ്ടകൾ രണ്ടുപേരെയും ഉപദ്രവിക്കുകയാണ്. ഉപദ്രവിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണയുടെ കയ്യിൽ നിന്ന് ഈ കുടം താഴേക്ക് പോവുക. അങ്ങനെ തുറന്ന് സർപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഈ നവീനാണെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ സർപ്പം ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ഈ സർപ്പം ആരെയാണ് ഇനി കൊത്തുന്നതെന്ന് നമുക്കറിയത്തില്ല, എന്താണ് സംഭവിക്കുന്നതെന്നും അറിയത്തില്ല. അങ്ങനെ ഭയങ്കര ഒരു സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മുടെ കൃഷ്ണഗാഥ എപ്പിസോഡ് പോകുന്നത്. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.